ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മളെ വീടിൻ്റെ മുകളിൽ, അതായത് മുകളിലത്തെ നിലയിലുള്ള ബാത്റൂം നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് താഴെ നമുക്ക് നനവ് ഫീൽ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇതൊരു വാട്ടർ പ്രൂഫിങ്ങിൻ്റെ പ്രശ്നമാണ് കാര്യങ്ങളൊക്കെ എന്നാണ് നമ്മൾ വിചാരിച്ചിരിക്കുന്നത്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്, അത് എങ്ങനെ ഒഴിവാക്കാം, എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഓക്കെ ആക്കി എടുക്കാം എന്നുള്ള ഡീറ്റെയിൽസ് വീഡിയോ ആണ് അന്നത്തെ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. ആദ്യമേ തന്നെ ബാത്റൂം നിങ്ങൾ നോക്കുക, താഴ്ത്തിയാണ്. സാധാരണ ഫ്ലോർ ലെവലിനെ അപേക്ഷിച്ച് താഴ്ത്തിയാണ് മുകളിലത്തെ നിലയിലുള്ള ബാത്റൂം ഇട്ടിരിക്കുക. ഏകദേശം 8 ഇഞ്ചോളം താഴ്ത്തിയാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ തന്നെ വെള്ളം വന്ന് ഇരിക്കുകയാണെങ്കിൽ തന്നെ ലീക്ക് കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് വെള്ളം കെട്ടി നിൽക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. അത് നമുക്ക് എങ്ങനെ ഒഴിവാക്കണം, അതായത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഈ ഒരു പൈപ്പ് കണ്ടോ, ഈ ഒരു പൈപ്പാണ് അതിൽ നിന്ന് എല്ലാത്തിനും രക്ഷയായിട്ട് നമ്മൾ വെക്കുന്നത്. ഇത് ഓവർഫ്ലോ പൈപ്പിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. അതായത് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഇതിൻ്റെ അകത്ത് നമ്മൾ ബാത്റൂമിൽ നിന്ന് ഉപയോഗിക്കുന്ന വെള്ളം നമ്മൾ ടൈലിൻ്റെ ഗ്യാപ്പിലൂടെയോ എന്തെങ്കിലും കാരണവശാൽ താഴേക്ക് ഇരിക്കും. അപ്പോൾ കോൺക്രീറ്റിലൂടെ ചെറുതായിട്ട് അരിച്ചിറങ്ങി നമ്മുടെ ഈ പറയുന്ന ബാത്റൂമിൻ്റെ ഏറ്റവും താഴെ വന്നിട്ട് കെട്ടിക്കിടക്കും. ഈ കെട്ടിക്കിടക്കുന്ന വെള്ളം നമുക്ക് പോകാനുള്ളൊരു വഴി നമ്മൾ കൊടുത്തിട്ടില്ലെങ്കിൽ ഈ വെള്ളമാണ് താഴെ നമുക്ക് പതുക്കെ ലീക്കായിട്ട് വന്ന് മൊത്തം വാർക്കയുടെ അകത്തേക്ക് താഴെ നമുക്ക് വാർക്കയിൽ മൊത്തം ലീക്കായിട്ട് ഫീൽ ചെയ്യും. അത് പതുക്കെ തുരുമ്പ് പിടിച്ച് കമ്പികളിലൊക്കെ തുരുമ്പ് പിടിക്കാനും പതുക്കെ വാർക്കയുടെ അടിവശം പതുക്കെ തേപ്പ് പൊളിഞ്ഞൊക്കെ പോകാനുള്ള ചാൻസസും പിന്നെ വലിയ ബലക്ഷയം കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള ചാൻസസും കാരണം. അപ്പോൾ ഇത് നമുക്ക് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് ഈ കാണുന്ന പൈപ്പാണ് നമുക്ക് ഉപയോഗിക്കേണ്ടത്. ഈ പൈപ്പ് നമ്മൾ ഉപയോഗിക്കേണ്ട കാരണം എന്ന് വ്യക്തമായിട്ട് പറയാം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബാത്റൂമിൽ വരുന്ന ലീക്ക് കാര്യങ്ങൾ വരുന്ന സമയത്ത് ഈ പൈപ്പ് നമ്മൾ ഫ്രീ ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിലൂടെ നമ്മൾ കോൺക്രീറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് കോൺക്രീറ്റിൻ്റെ അകത്താണ് വരുന്നത്. അതിനുശേഷം നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ പൈപ്പിന് ചെറുതായിട്ട് ഗ്രൂസ് ഒക്കെ ചെയ്ത് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതിലൂടെ വെള്ളം താഴേക്ക് നമ്മൾ അരിച്ചിറങ്ങുന്ന വെള്ളം ആ ഗ്രൂവിൻ്റെ ഉള്ളിലൂടെ ആ പൈപ്പിലൂടെ നേരെ പുറത്തേക്ക് നമ്മൾ വെച്ച് കൊടുത്തേക്കാണ് ചെയ്യുന്നത്. അതായത് 4 ഇഞ്ച് പൈപ്പ് കൂടാതെ 4 ഇഞ്ച് പൈപ്പ്, പിന്നെ നമ്മൾ പറയുന്ന കുളിക്കുന്ന വെള്ളം പോകാനുള്ള പൈപ്പ് കൂടാതെ സെപ്പറേറ്റ് ഒരു പൈപ്പാണ് കൊടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്നത് CPVCയുടെ പൈപ്പാണ് കൊടുത്തിരിക്കുന്നത്. CPVCയുടെ വേണമെന്ന് നിർബന്ധമില്ല. നമ്മൾ വാട്ടർ ലൈനിൽ ഉപയോഗിക്കുന്ന 3/4 ഇഞ്ച് പൈപ്പ് ആയാലും മതി. നമുക്കിത് 3/4 ഇഞ്ച് പൈപ്പ് നേരെ ഇതേപോലെ കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുക്കണം. അത് നേരെ പുറത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പറയുന്ന വെള്ളം ഊറി വരുന്ന വെള്ളം കറക്റ്റായിട്ട് അതിലൂടെ എവിടെയാണോ നമ്മൾ സ്ലോപ്പ് കൊടുത്തിരിക്കുന്നത്, സ്ലോപ്പ് കൂടുതൽ നമ്മൾ പുറത്തേക്ക് ഈ സൈഡായിരിക്കും കൊടുത്തിട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഊറി വരുന്ന വെള്ളം ഈ പൈപ്പിലൂടെ പുറത്തേക്ക് പോകുന്നതായിട്ട് കാണാൻ സാധിക്കും. അത് ഇപ്പോഴുള്ള നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന ബാത്റൂം എല്ലാം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ടൈൽ ഒട്ടിച്ചിട്ടാണെങ്കിലും എന്തെങ്കിലും, ഇനി അത് ടൈൽ ഒട്ടിച്ചില്ല എന്ന് വിചാരിക്കുക, നമ്മൾ കോൺക്രീറ്റ് കഴിഞ്ഞതിന് ശേഷം ജസ്റ്റ് നിങ്ങൾ വെള്ളം ഒഴിച്ച് നോക്കുക. കുറച്ച് നേരം കഴിയുന്ന സമയത്ത് ഈ വെള്ളം പതുക്കെ താഴേക്ക് കോൺക്രീറ്റിലൂടെ വെള്ളം താഴേക്ക് ഇരുന്നതിന് ശേഷം നേരെ പുറത്ത് ഈ പൈപ്പിലൂടെ ചെറുതായിട്ട് തുള്ളിയായിട്ട് വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇത് തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടതും. കാരണം വർഷങ്ങൾ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും കാരണവശാൽ ടൈലിൻ്റെ ഗ്യാപ്പുകളിലൂടെ ചിലപ്പോൾ വെള്ളം ഇറങ്ങാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ഈ വെള്ളം നേരെ ഈ പൈപ്പിലൂടെ പുറത്തേക്ക് പോയി നമുക്ക് സേഫ്റ്റി ആയിട്ട് നമുക്ക് ബാത്റൂമിൽ യൂസ് ചെയ്യാൻ സാധിക്കും. ഇനി ഈ പൈപ്പ് എങ്ങനെ ഗ്രൂ കാര്യങ്ങളൊക്കെ ചെയ്യാമെന്നാണ് നോക്കുന്നത്. നിങ്ങൾ ഈ കണ്ടോ, ഗ്രൂ ചെയ്തിരിക്കുന്നത് കണ്ടോ, അതായത് നമ്മളൊരു അതിൻ്റെ അറ്റത്തൊരു കോർണർ ചെയ്തതിന് ശേഷം ഈ ഇവിടം വരെയാണ് നമ്മൾ ഗ്രൂ ചെയ്തിരിക്കുന്നത്. അവിടെ നിന്ന് അപ്പുറത്തേക്ക് ഗ്രൂ ചെയ്തിട്ടില്ല. അതെന്താ ഉദ്ദേശം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഭിത്തിക്കനം, അതായത് ഭിത്തിക്കനത്തിൻ്റെ അവിടത്തേക്ക് ഗ്രൂ ചെയ്യേണ്ട കാര്യമില്ല. ഭിത്തിക്കനത്തിൻ്റെ അവിടത്തേക്ക് ഗ്രൂ ചെയ്തിട്ടുണ്ടെങ്കിൽ ഭിത്തിയിലേക്ക് നനവ് വരാനുള്ള ചാൻസസ് ഉണ്ട്. അതായത് ഭിത്തി കഴിഞ്ഞിട്ട് ബാത്റൂമിൻ്റെ അകത്ത് നിൽക്കുന്ന പൈപ്പിൻ്റെ പോർഷനാണ് കാണുന്നത്. ബാത്റൂമിൻ്റെ അകത്തേക്ക് നിൽക്കുന്ന ഏകദേശം ഒരു 30 സെൻറ്റിമീറ്ററോളം അകത്തേക്ക് നമ്മൾ നിർത്തിയിട്ടുണ്ട്. ആ 30 സെൻറ്റിമീറ്ററിൻ്റെ ഉള്ളിലാണ് ചെറിയ ഗ്രൂകൾ വെച്ച് കൊടുത്തിട്ട് ആ ഗ്രൂ നമ്മൾ വെച്ച് കൊടുത്തിരിക്കുന്നത് നേരെ തിരിച്ചാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. കണ്ടോ, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. അതായത് ഈ ഗ്രൂ ഉണ്ടോ, ഈ ഗ്രൂ നമ്മൾ ഈ ഭിത്തിയുടെ ലെവൽ വരുന്നുണ്ട്. ആ ലെവലിൽ നിർത്തിയതിന് ശേഷം അകത്ത് നിൽക്കണം, ഭിത്തിയുടെ അകത്ത് നിൽക്കണം. മറ്റേ വശം നേരെ പുറത്തേക്ക് പോകും. അതിനുശേഷം നമ്മൾ ഇതിനെ മലത്തി, അതായത് നമ്മുടെ താഴത്തെ വാർക്കയോട് ചേർത്തിയാണ് ആ ഗ്രൂ വെച്ച് കൊടുക്കേണ്ടത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും അടിവശത്തു നിന്നുള്ള വെള്ളം വരെ നമുക്ക് പുറത്തേക്ക് പോകണമെങ്കിൽ ആ ഗ്രൂ ഏറ്റവും അടിയിലേക്ക് തിരിഞ്ഞിരിക്കണം. അല്ലെങ്കിൽ ഇത് സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ പൈപ്പിനേക്കാൾ പൊക്കത്തിൽ വെള്ളം വന്നാൽ മാത്രമേ ആ ഗ്രൂവിന് മേലും വെള്ളം വന്നാൽ മാത്രമേ ഗ്രൂ പുറത്തേക്ക് പോകുള്ളൂ. അപ്പോൾ ഏറ്റവും താഴെ വയ്ക്കുകയാണെങ്കിൽ ഏറ്റവും നിലം തേർന്ന് ആ ഗ്രൂ വയ്ക്കുകയാണെങ്കിൽ ആ ഗ്രൂവിലൂടെ വെള്ളം അരിച്ചു പോകും. പിന്നെ അതുപോലെ തന്നെ ഫ്രണ്ടിലൂടെ പൈപ്പിൻ്റെ ഫ്രണ്ടിലൂടെയാണെങ്കിൽ അതിലൂടെയും വെള്ളം അരിച്ച് പുറത്തേക്ക് പോകും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യാനും മടിക്കരുത്, അതുകൊണ്ട് ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. അപ്പോൾ എനിക്ക് തോന്നുന്നു കൂടുതൽ ആളുകളും കാണുന്ന എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നു എന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. എന്നാലേ നമുക്ക് ഇതുപോലുള്ള ഉപകാരപ്പെടുന്ന വീഡിയോസ് ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ നമുക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് കൂടി ചെയ്തേക്കുക, ഉപകാരപ്പെടുന്ന ആളിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സ്, സബ്സ്ക്രൈബ് ചെയ്യുക ഫ്രണ്ട്സ്, ഷെയർ ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.